Okay, so let's welcome Didi Kutti on stage. ആരാണ്? ദ്യുതി ലിൻഡ ഷെനൽ. ഓ ഉടുപ്പ് കണ്ടോ? അതെ, അതെ, അതെ. ആ ഷൂസ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതെ. മറ്റു കാര്യം ഒന്ന് പറയോ? എന്തുകൊണ്ടാ ഇവിടെ വരുമ്പോ ഒരു പേടി? എന്തിനാ പേടി? എന്തിനാ പേടി? പേടി ഉണ്ടോ സത്യത്തില്? കാരണം കേൾക്കുമ്പോൾ എല്ലാരും ഞെട്ടും. ആ, എല്ലാരും ഞെട്ടും. എന്താ പേടി? എന്താ? ഓർക്കസ്ട്രക്കാരൻ. ആ, അതെന്തിനാ പേടി? എന്താ നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? ഇത്ര നാൾ എല്ലാരും എടാ പോടാ വന്നല്ലായിരുന്നോ? ഒരാളെ പേടിക്കുന്നു. എന്താ പേടിക്കാൻ കാരണം? അത് ഓർക്കസ്ട്ര വരുമ്പോ വരി മറന്നു പോകും. അത് ശരിയാ, അതാണ് പ്രശ്നം. പാവം. അങ്ങോട്ട് നോക്കുമ്പോ പേടി വരണ്ടോ? കുറച്ച് അങ്ങോട്ട് നോക്കുമ്പോ ആക്ച്വലി പേടി വരുന്നുണ്ട്. ആരെ ഏറ്റവും പേടി അതിന്റെ അകത്ത്? തബല. തബല. തബല ചേട്ടനെയാണ് പേടി. തബല 2 ചേട്ടന്മാരുണ്ട്, അതിൽ ഏത് ചേട്ടനാ? ഇതിൽ ഏത് ചേട്ടനെയാ പേടി? തബല നമ്പർ 1 ചേട്ടനെയോ നമ്പർ 2 ചേട്ടനെയോ? ആനന്ദ് ഭായിയാണ് ഏറ്റവും പാവം. മുരളി ആളെ പ്രശ്നക്കാരനാണ്, പക്ഷെ ആനന്ദ് ഭായി. അപ്പൊ ദ്യുതിക്കുട്ടി ഏത് പാട്ടാ പാടണേ? എൻ പൂവേ പൊൻപൂ. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിലവും നീ വായു വായു വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിലവും നീ വായു വായു വാവേ. അപ്പോ ഡീറ്റെയിൽസ് പറട്ടെ. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാർ. Yes. ലിറിക്സ് ബിച്ചു തിരുമല സാർ. Yes. തിരുമല സാർ. പാടിയത് എസ് ജാനകി അമ്മ. ഫിലിം പപ്പയുടെ സ്വന്തം അപ്പൂസ്. വർഷം? വർഷം 1992. വെരി ഗുഡ്, വെരി ഗുഡ്. ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങണ്ട അതെ, അതെ. ബാലൻസ് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ ഒരു സ്പ്രിംഗിലാണ് ഇടയ്ക്ക് അതെ, ഇങ്ങനെ അതെ, പൊങ്ങും, അതെ. പിന്നെ തിരിച്ചു പോരും. അപ്പൊ സൂപ്പർ ആയിട്ട് പാടൂലേ? തുടങ്ങാം. തുടങ്ങാം. ഓൾ ദി ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ്. Thank you. All the best. Thank you.
വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ കാലക്കി. മിടുക്കി കുട്ടിയാണ്. കുഞ്ഞിന്റെ പാട്ട് കണ്ണ് നനയാതെ കേൾക്കാനേ പറ്റില്ല. അതാണ് എന്റെ സത്യം. വെറുതെ അല്ല അച്ഛനും അമ്മയും അവിടെ പോയത്. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടുപേരും, ലിൻഡയും ഷെനിലും. എന്തായിരുന്നു അത്? ശരി, ഇതിലൊരു കഥയുണ്ട്. എന്താണത്? ഞങ്ങൾക്ക് വൈകി വന്ന ഒരു വസന്തമാണ് ഈ കുട്ടി. ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഞാൻ എമിറേറ്റ്സ് എയർലൈൻസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലിയൊക്കെ ഒഴിവാക്കിയതും ഇവൾക്ക് വേണ്ടിയാണ്. ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഇവളുണ്ടായത്. അപ്പോൾ ഇവൾക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ ഇവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈഫ് ടീച്ചറാണ്. അപ്പം ഞാനായിരുന്നു ഇവൾക്ക് അച്ഛനും അമ്മയും എല്ലാം. അപ്പോൾ ഇവള് വന്നതിന് ശേഷമാണ് ഞാൻ ലഞ്ച് കഴിക്കാറ്. അപ്പോൾ ഞാൻ കിടത്തിയിട്ടിരിക്കുകയായിരുന്നു. ഒരു 3 മാസം പ്രായമായിരുന്നു. അപ്പോൾ എങ്ങനെയോ അവിടെ എൻ്റെ അടുത്ത് വന്നപ്പോഴേ കുഞ്ഞെങ്ങനെയോ നിറങ്ങി താഴെ വീണു. തലയിടിച്ചാണ് വീണത്. അപ്പോൾ തന്നെ ഛർദി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളെടുത്ത് ഓടുകയായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയിലെ സീൻ ഓർമ്മ വന്നു. കുട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോഴേ 2-3 മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു വേദന, ടെൻഷൻ. ഒന്നും പറ്റിയില്ല, എന്നാലും. ലിൻഡ, ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ അതിനെപ്പറ്റി എന്തായാലും പറഞ്ഞാൽ കൂടുതൽ ഇമോഷണൽ ആയിപ്പോ. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കോമഡി ഓർമ്മ പറയാം ദ്യുതിന്റെ. അതായത് ദ്യുതി ഒരു 3-3.5 വയസ്സായ സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടി തുടങ്ങുമ്പോ നമ്മള് വീട്ടിലിങ്ങനെ വേസ്റ്റ് ഒക്കെ കൂട്ടി കത്തിക്കുമല്ലോ. അപ്പൊ അതിലിങ്ങനെ പുക വരുമ്പോ ദ്യുതി ഓടിപ്പോയിട്ട് ഒരു ഷോളൊക്കെ ഇട്ട് വന്നിട്ട് ഈ പാട്ട് പാടി അതിന്റെ മുന്നിലൂടെ നടക്കുമായിരുന്നു. അപ്പൊ അത് ഫിലിമിൽ കണ്ടപ്പോ ഇങ്ങനെ ശോഭന ഇങ്ങനെ പുകയിലൂടെ വരുന്ന ആ ഒരു സീനില് അപ്പൊ അതിങ്ങനെ ചെയ്യായിരുന്നു എപ്പോഴാണെങ്കിലും. അപ്പൊ ഇവക്ക് വേണ്ടിട്ട് നമ്മളിങ്ങനെ തീ കത്താണ്ട് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് പുകയാക്കിയിട്ട് വെക്കും. എന്റെ ദൈവമേ. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഈ നമ്മുടെ കൺമണി അല്ലേ, നമ്മുടെ ദ്യുതി, ലിൻഡ, ഷെനിൽ സൂപ്പറായിട്ട് പാടും. ഇത്രേ ഉള്ളൂ. താങ്ക് യു. വളരെ പ്രത്യേകതയുള്ള കുട്ടിയാണ് കേട്ടോ ഓരോ കാര്യത്തിലും. പക്ഷെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട്. അതെ അതെ, കറക്റ്റ്. അതൊരു വലിയ പ്രത്യേകതയാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ച്. നമുക്ക് തോന്നും അതായത് ദ്യുതി കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ചുറ്റും എല്ലാം, അതാണ് ഞാൻ പറഞ്ഞത് തബല എന്നെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണം ആ ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷന് ഒരു നല്ല കൈയടി കൊടുക്കുക, അസല കൈയടി കൊടുക്കുക. എല്ലാം അമ്മുക്കുട്ടിയാണ്. താങ്ക് യു കുട്ടിയാണ്. പിന്നെ ആ പല്ലവിയിൽ അവസാനം ഒരു ഹമ്മിങ് പാടില്ലേ, അത് സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഒന്നുകൂടെ പാടി തരാം പ്ലീസ്, പ്ലീസ് 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 പ്ലീസ്. നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും അതിന്ന്. അതെ. ഏയ് കുഞ്ഞ് ഇതിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്. വെറും 3ാം ക്ലാസ്സിലാ? അതെ. 3ാം ക്ലാസ്സിലാണെങ്കിൽ 7 വയസ്സായിട്ടേ ഉള്ളൂ. നേരത്തെ സ്കൂളിൽ ചേർത്തു. എനിക്ക് തോന്നുന്നു ആ അനുപല്ലവി പാടിയപ്പോ ശരിക്കും ജാനകിയമ്മ കേട്ട് 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 എനിക്ക് തോന്നി ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കുട്ടി ജാനകിയമ്മ പാടുന്നതായിട്ട്. അതെ, വളരെ ശരിയാണ് അത്. ആ ശബ്ദത്തിൽ തന്നെ ജാനകിയമ്മയുടെ എന്തൊക്കെയോ ഒരു ആ വോയിസിന്റെ ഒരു മാൻഡറിസം കൊണ്ടുവരാനായിട്ടുള്ള എന്തൊരു ശ്രമിച്ചിട്ടുണ്ട്. അറിയാതെ അത് വന്നിട്ടുണ്ട്. അത് സൂപ്പറാണ്. അത് ഇമിറ്റേഷൻ അല്ല. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു മോഡൽ വേണം. ആ മോഡലിലാണ് കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്യണത്. പിന്നെ കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്കും സ്വന്തമായിട്ടുള്ള വഴികൾ വന്നു ചേരും. അപ്പൊ ഇതിനകത്ത് കൂടുതൽ കറക്ഷൻ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയും പാടിച്ച് കറക്റ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 3ാം ക്ലാസ്സില് ഈ കുഞ്ഞ് ഈ പാട്ട് ഇങ്ങനെ പാടുന്നില്ലേ, അതാണ് ഒരു ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കേണ്ട ഒരു പ്രായമാണ്. നമുക്ക് പറന്ന് പോവാം പാട്ടില്. ചിറക് വെച്ചേരട്ടെ, എന്നിട്ട് പറന്നു പോവാട്ടോ. നോക്കാണ് ചിറകുണ്ടോ, ചിറക് വരും കേട്ടോ. ചിറക് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് പുറകില്. മിടുക്കി കുട്ടി, എനിക്കും ഭയങ്കര ഇഷ്ടായി. ഓ, ഈ പ്രായത്തില് ഇങ്ങനെ പാടുക, അതും അനങ്ങാണ്ട് നിന്ന് ഒരു കുഴപ്പമില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള പോലെ പാടുക. അത് വേറെ 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 എന്താ പറയാ, കഴിവിന്റെ അറ്റമാണത്. ഞാനും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ്. കാരണം ഈ കുഞ്ഞു പ്രായത്തില് ഈ 7 വയസ്സ് അല്ലേ,
ആ. നേരത്തെ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയും ചെയ്തു. ആ. ഈ 7 വയസ്സിൽ ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ആ. ഭയങ്കര ഡബ് വലിയ ചെയ്യാം. സംഭവമാണ് അതൊക്കെ ഞാൻ ഡബ് ചെയ്യാം. Thank you. കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഇത് തന്നെ വളരെ അത്ഭുതമാണ് ഇപ്പൊ നടന്നത്. ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്ര ഭംഗിയായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ ആ ഹമ്മിങ് ഒക്കെ ചിലപ്പോൾ സീനിയർ ആയിട്ടുള്ള പല സിംഗേഴ്സിനും ചിലപ്പോൾ പാളിപ്പോവും. ദ്യുതിക്കുട്ടി ഒരു സാധാരണ ഒരു ആളല്ല. സംതിങ് ബിയോണ്ട് ദാറ്റ്. എന്തോ ഒരു വലിയ സംഭവമാണ്. നമ്മുടെ സ്പെഷ്യൽ ഗേൾ ആണ് അല്ലേ? ആണോ? ആയിരിക്കും. പുതിയൊരു വാക്ക് വന്നു ഗൈസ്. അതെ, പുതിയ വാക്ക് വന്നു. അപ്പൊ എന്തായാലും മിടുക്കിയാണ്. ഓൾ ദ ബെസ്റ്റ്. Thank you. ദ്യുതികുട്ടി, വീട്ടിലൊരു പേരും കൂടെ ഇല്ലേ? ആ. എന്തായിരുന്നു അത്? നാനി. മിന്നാനി. മിന്നാനി. ആഹാ. അതൊരു വളരെ പ്രത്യേകതയുള്ള പേരല്ലേ? അതെ. ആ. മിന്നാനി. മുത്തുക്കുട്ടിയല്ലേ? അതെ. മാർക്ക് വേണ്ടേ? ആ, അതാണ് 99 out of 100. നമ്മുടെ മിന്നാനിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. അപ്പൊ ആരുടെ കയ്യിൽ നിന്നാ ഗിഫ്റ്റ് വേണ്ടേ? ജയചന്ദ്രൻ സർ. തബലയിൽ അങ്കിളുടെ കൂടെ വിളിച്ചാലോ? തബല നമ്പർ 2 വേണ്ട. വേണ്ട. നമ്മുടെ മിന്നാനി കുഞ്ഞിന് വില്ലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ താങ്ക് യു ചേച്ചി, ചേട്ടാ താങ്ക് യു. മിന്നാനിക്കുട്ടി ബൈ ബൈ. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മഹാലക്ഷ്മി